ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് മുഖ്യമന്ത്രി ആദിഷിക്കെതിരെ കേസ്. റിട്ടേണിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യങ്ങൾക്ക് സർക്കാർ വാഹനം ഉപയോഗിച്ചുവെന്നാണ് ആരോപണം. ജനുവരി 7-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം PWD സർക്കാർ വാഹനം AAPയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് പ്രചാരണ സാമഗ്രികൾ എത്തിക്കുന്നതായി പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എന്തെല്ലാം ആരോപണങ്ങളാണ് ആദിഷിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്? വിവരങ്ങൾ. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായിട്ടുള്ള അതിഷി മർലാനയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിഷിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി, പാർട്ടിയുടെ ആവശ്യങ്ങൾക്കായി സർക്കാർ വാഹനം ഉപയോഗിച്ചു എന്നാണ് രജിസ്റ്റർ ചെയ്ത കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. ജനുവരി 7-ന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് പ്രചാരണ സാമഗ്രികൾ എത്തിക്കുന്നതിനായി PWD സർക്കാർ വാഹനം ഉപയോഗിച്ചു എന്നുള്ളതാണ് പരാതിയായിട്ടുള്ളത്. ഈ കൽക്കാജി നിവാസിയായിട്ടുള്ള വ്യക്തിയാണ് ഗോവിന്ദ്പുരി പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. പരാതി അന്വേഷിച്ച ശേഷമാണ്, പരാതിയിലെ സംഭവങ്ങൾ അന്വേഷിച്ച ശേഷമാണ് സൗത്ത് ഈസ്റ്റ് ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഞ്ജീവ് കുമാറിനെതിരെ കേസെടുത്തുകൊണ്ടും ഒപ്പം റിട്ടേണിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി അതിഷി മർലാനയ്ക്കെതിരെയും ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൽക്കാജി മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്, MLA കൂടിയാണ് അതിഷി. ഇവിടേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ കൊണ്ടുവരുന്നതിനായി മുഖ്യമന്ത്രി സർക്കാർ വാഹനം ഉപയോഗിച്ചത്. അത് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ലംഘനമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതിയിന്മേലാണ് നടപടി. ശരി, മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഡൽഹി മുഖ്യമന്ത്രി ആദിഷിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്.